ഹായ് ഹലോ, എൻ്റെ പേര് അമൽ അഹമ്മദ് സലാം. ഞാൻ ബ്രില്യൻറ്റിലെ M6 ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ വർഷത്തെ നീറ്റ് 2024 എക്സാം എഴുതി നല്ലൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുവേണ്ടി എൻ്റെ ഹാർഡ് വർക്കിന് വേണ്ടി എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എൻ്റെ പേരൻസിനെ നന്ദി പറയുന്നു. ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ആൻഡ് ദി അതർ ഹാഫ് ഈസ് ട്രൂലി ബിക്കോസ് ഓഫ് Brilliant Pala. So today I am taking you on a trip down memory lane to my amazing experience at Brilliant Study Center Pala. സോ എൻ്റെ വീട് എന്ന് പറയുന്നത് കൊല്ലത്താണ്. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദർ, എൻ്റെ മദർ ആൻഡ് എനിക്കൊരു എൽഡർ സിസ്റ്റർ ഉണ്ട്. ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്, അതായത് എൻ്റെ ഒരു എയിം ആയിരുന്നു ഡോക്ടർ ആവണം എന്നത്. സോ അത് നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യണം. സോ മൈ ഫസ്റ്റ് സ്റ്റെപ്പ് വാസ് ടു ഗെറ്റ് ഇൻ ടു ബ്രില്യൻ. കാരണം അന്നേ ഞാൻ ബ്രില്യനെ കുറിച്ച് കേൾക്കുകയും അവരുടെ എക്സലൻസ് ഇൻ എൻട്രൻസ് അക്കാഡമിക്സിനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഞാൻ ബ്രില്യനിലേക്ക് കയറുന്നത് നമ്മുടെ 2 ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ്. അതായത് +1 +2ൻ്റെ കൂടെ എൻട്രൻസ് ഒക്കെ കൊണ്ടുവന്ന രീതിയിൽ ഞാൻ കാഞ്ഞിരപ്പള്ളിയിലെ സെയിന്റ് ആനീസ് പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. എല്ലാവരുടെയും വിചാരമാണ് അതായത് +1 +2ൻ്റെ എൻട്രൻസ് ഒക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹെക്ടിക് ഷെഡ്യൂളാണ്. പക്ഷേ സന്തോഷത്തോടെ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 ഇയർ കൊണ്ട് പഠിക്കുന്ന സംഭവം നമുക്ക് 2 ഇയർ കൊണ്ട് റിലാക്സ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. സോ ആ ലോങ് ടേം സമയത്ത് ഞാൻ അത്യാവശ്യം നല്ലപോലെ ഒരു 600+ സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ട് എൻ്റെ നീറ്റ് 2023 ഡേ ആയപ്പോൾ എൻ്റെ നീറ്റിൻ്റെ എക്സാം ഡേ എനിക്കത് ടെൻഷൻ ഒരു ഫാക്ടറിനെ വല്ലാണ്ട് അഫക്ട് ചെയ്തു. സോ അതുമൂലം ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ടോ ഞാൻ എയിം ചെയ്ത കോളേജ് എനിക്ക് കിട്ടിയില്ല. സോ അന്ന് ഞാൻ തളർന്നില്ല. ഞാൻ അത് വിചാരിച്ചത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് എൻ്റെ എയിം കോളേജ് എനിക്ക് ലഭിക്കും എന്നതായിരുന്നു. അത് അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റിലേക്ക് വീണ്ടും കടന്നത്. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. അതായത് ബ്രില്യൻറ്റിൽ തന്നെ കൊല്ലം സെൻറ്ററിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ കൊല്ലം സെൻറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ക്യാമ്പസ് എന്ന് പറയുന്നത് നമുക്ക് മരങ്ങൾ കൊണ്ട് മൂടിയ അത്യാവശ്യം പ്ലസന്റ് എൻവയൺമെന്റ്, ഒരു കാം എൻവയൺമെന്റ് തരുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു. സോ അവരുടെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രില്യൻറ്റിന്റെ മെയിൻ സെന്ററിൽ കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഹോസ്റ്റലായിട്ട് 6 ഹോസ്റ്റൽസ് ഉണ്ട് നമുക്ക്. പിന്നെ ലൈബ്രറി ആയിട്ട് നമുക്ക് വലിയ ലൈബ്രറി, അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ ബുക്സും അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ബുക്സ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മുടെ കൊല്ലം സെന്ററിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് സാറാണ്. സന്തോഷ് സാർ നമുക്ക് വീക്കിലി വന്ന് നമുക്ക് മോട്ടിവേഷൻ തരാറുണ്ട്. കൂടെ നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രദീപ് സാർ വരാറുണ്ട്. സാറ് നമ്മുടെ തുടക്കം തൊട്ട് അവസാനം നമ്മുടെ കൂടെ തന്നെ നമ്മൾ എന്നും കോൺടാക്ട് ചെയ്തുകൊണ്ട് സാർ നിൽക്കൊണ്ടായിരുന്നു. ഇനി കൊല്ലം സെന്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ കൊല്ലത്തിൽ സെന്റർ ഹെഡ് എന്ന് പറയുന്നത് പ്രഞ്ജിത് സാറാണ്. സാറിന്റെ കൂടെ നമുക്ക് ഒരു ബ്രദർ ഫീലിംഗ് ആണ് കിട്ടുന്നത്. സാറിന്റെ അടുത്ത് എന്ത് നമ്മൾ അഭിപ്രായം പറഞ്ഞാലും സാർ അതിന്റെ നമ്മുടെ കൂടെ നിന്ന് അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പം സെന്റർ ഹെഡാണ് നമുക്ക് കൊല്ലം രഞ്ജിത് സാറ്. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചർ, അതായത് മെന്റർ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെ M6 ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് റോസ്മേരി മിസ് ആയിരുന്നു. സോ മിസ് എന്ന് പറയുന്ന നമ്മുടെ എന്നും നമ്മുടെ കാര്യങ്ങളും നമ്മൾ നോക്കി നമ്മുടെ എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന മിസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി നമ്മുടെ കൊല്ലം സെന്ററിനെ കുറിച്ച് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ M1 മുതൽ M6 എന്ന് പറഞ്ഞാൽ 6 ബാച്ച് ഉണ്ടെങ്കിൽ പോലും ആ 6 ബാച്ചും ഒരു ഫാമിലി ആയിട്ടാണ് അവിടെ നിന്നിരുന്നത്. അതായത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയായിരുന്നു. അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഒരു വർഷം പോയതും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന ഒരു ഫീൽ അല്ലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു ഫാമിലിയിൽ കൂടെ നിന്ന് നമുക്ക് റിലാക്സ് ആയിട്ട് പഠിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു അവിടെ കിട്ടിയിരുന്നത്. സോ എനിക്കിനി പറയാനുള്ളത് നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റിയെ കുറിച്ചാണ്. അതിപ്പോൾ കേരളത്തിലൊന്നുമല്ല, ഇന്ത്യയിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് എൻട്രൻസ് കോച്ചിങ് ഫാക്കൽറ്റിയാണ് നമുക്ക് ബ്രില്യൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിപ്പം ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ ഒരേ ഫാക്കൽറ്റിയാണ് നമുക്ക് ഷഫിൾ ചെയ്യാറുള്ളത്. അതായത് പാലാ മെയിൻ സെന്ററിൽ കിട്ടുന്ന അതേ ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് കൊല്ലം സെന്ററിലും ടീച്ചിങ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ബ്രില്യൻറ്റിന്റെ എല്ലാ സെന്ററിൽ വെച്ച് കൊല്ലം സെന്റർ ഒരു ചെറിയ ക്യാമ്പസാണ്. സോ അതുമൂലം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ടീച്ചറിൽ നിന്നുള്ള ഒരു ഇൻഡിവിജ്വൽ അപ്രോച്ച് ഒരു സ്റ്റുഡൻറ്റിലേക്ക് കിട്ടുന്നു. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്കത് വളരെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ നിന്നും കിട്ടുന്ന ഒരു അഡീഷണൽ ഫെസിലിറ്റീസ് ആണ് ഇ ലേണിംഗ് ആപ്പ്. അത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് സംഭവമാണ്. കാരണം നമ്മളിപ്പം ഇൻകേസ് ഒരു വൈകാരിക മൂലം ഒരു ആബ്സെന്റ് ലവ് ആണെങ്കിൽ തന്നെ ആ ഒരു ക്ലാസ് നമുക്ക് അവൈലബിൾ ആവാതെ ഇ ലേണിംഗ് ആപ്പ് വഴി നമുക്കത് കാണാനും കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനും അതുമൂലമുള്ള കുറെ ക്വസ്റ്റ്യൻസ് തന്നെ ഇ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഡൗട്ട്സ് ആവട്ടെ, നമുക്ക് ഏത് ടീച്ചറിനോട് വേണമെങ്കിലും ഇ ലേണിംഗ് ആപ്പ് വഴി നമുക്ക് ഡൗട്ട്സ് സെക്ഷൻ വഴി നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ബ്രില്യൻറ്റിലെ സ്റ്റഡി മെറ്റീരിയൽസ്, കേരളത്തിലെ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സ്റ്റുഡന്റിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ബ്രില്യൻ. നമുക്ക് അവരുടെ വർക്ക് ബുക്ക് ആവട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആവട്ടെ, സ്റ്റഡി പാക്കേജസ് ആവട്ടെ, എല്ലാം ബെസ്റ്റ് ആണ്. ഇനിയിപ്പോൾ വീക്ക്ലി എക്സാംസിനെ കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് ഓരോ ആഴ്ചയിലും നമുക്കൊരു പോർഷൻസ് നമുക്ക് ഏകദേശം ജനുവരിയോടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം അന്ന് വരെ നമുക്ക് വീക്ക്ലി എക്സാംസിനകത്ത് ഓരോ വീക്കിലും നമുക്ക് നോർമൽ നീറ്റ് മോഡൽ എക്സാംസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടെ ലെവൽ കൂട്ടിയിട്ടുള്ള A+ എക്സാംസ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോയത്. അതിന്റെ കൂടെ തന്നെ ആ ഒരു എക്സാം കഴിഞ്ഞുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ഇ ലേണിംഗ് ആപ്പിലും നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഒരു സെന്ററിൽ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിന് അടുത്ത് കൂടെ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാമായിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതേപോലെ തന്നെ അതിന് വേണ്ടി പഠിക്കാൻ തന്നെ നമുക്ക് സെന്ററിൽ റെഫറൻസ് ഫെസിലിറ്റീസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു.
അത് നമുക്ക് ഓരോ ക്ലാസ് റൂം AC ക്ലാസ് റൂംസ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ട് റെഫറൻസിന് വേണ്ടി തരുമായിരുന്നു. സോ അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അതിന്റെ കൂടെ നമുക്ക് ലൈബ്രറി കൂടെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നല്ല എനിക്ക് ബ്രില്യന്റ് എന്ന ഒരു ക്യാമ്പസിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അനുഭവങ്ങളായിരുന്നു അതൊക്കെ. സോ കൊല്ലം സെന്ററിൽ നമുക്ക് പറയുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സസ് പോയത് കൊണ്ട് തന്നെ ഒരു ജനുവരിയോടെ നമുക്ക് ക്ലാസ്സസ് എല്ലാം ആദ്യമേ തന്നെ നമുക്ക് തീർക്കാൻ പറ്റി. സോ അതുകൊണ്ട് നമുക്ക് എക്സാമിലേക്ക് പഠിക്കാൻ നമുക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രീ മോഡൽസും പിന്നെ ബ്രില്യന്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു മോഡൽ സീരീസ് എക്സാം ഉണ്ട്. സോ അതെന്ന് പറയുന്ന ഒരു നീറ്റിന് വേണ്ടി അപ്പിയർ ചെയ്യുന്ന സ്റ്റുഡന്റിനെ ബെസ്റ്റ് ആയിട്ട് കാർവ് ചെയ്യുന്ന ഒരു മോഡൽ സീരീസ് ആയിരുന്നു അത്. സോ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി അത് എഴുതിയാണ് നമുക്ക് നീറ്റ് 2024 എന്നൊരു എയിമിലേക്ക് ഒരു അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കാൻ പറ്റിയത്. ഇനി നോൺ അക്കാഡമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രില്യന്റിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ, ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ, അതുപോലെ ഒരു ഫെയർവെല്ലൊക്കെ പറഞ്ഞാൽ അടിപൊളി ഫെയർവെൽ അവർ ബ്രില്യന്റ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. സോ എനിക്ക് ഇനി പറയാനുള്ളത് ഇനി അപ്കമിങ് നീറ്റ് ആസ്പിറൻസിനോടാണ്. അതായത് നിങ്ങളിപ്പം ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് 2-3 months കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാറിയാം അവിടെ കയറുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരു പ്രശ്നം വെച്ചാൽ എങ്ങനെ പഠിക്കണം. അതായത് സ്കൂൾ രീതിയിൽ പഠിച്ച ഒരാൾക്ക് സ്കൂൾ രീതിയിൽ പഠിച്ച് നമുക്ക് എൻട്രൻസിന് കുറച്ച് ടഫായിരിക്കും. അതുകൊണ്ട് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ആ ഒരു ഇനീഷ്യൽ 2-3 months കൊണ്ട് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് അവിടുത്തെ സാർമാർ പറയുന്നത് ബ്രില്യന്റ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. പിന്നെ അതിപ്പം ഫിസിക്സിലായിക്കോട്ടെ, ഒരു നീറ്റ് ആസ്പിറന്റിന് എപ്പോഴും ടഫായിട്ട് തോന്നിയ സബ്ജക്റ്റാണ് ഫിസിക്സ്. പക്ഷേ ഫിസിക്സ് ആണ് സത്യം പറഞ്ഞാൽ നമുക്ക് അവിടെ ഏറ്റവും എളുപ്പമുള്ളൂ. ബിക്കോസ് ഫിസിക്സ് 1 time പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് മോഡൽസിന് വരുന്ന ക്വസ്റ്റ്യൻസും എക്സാംസിന് വരുന്ന ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ ഫിസിക്സ് നമുക്ക് ഓൾറെഡി സെറ്റ് ആയിരിക്കും. കാരണം ഫിസിക്സ് അങ്ങനെയാണ്. പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്നാണ് നിങ്ങൾ ആ ഇനീഷ്യൽ മന്ത്സ് കൊണ്ട് മനസ്സിലാക്കി എടുക്കേണ്ടത്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഫിസിക്സ് അല്ല ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. സോ ഇത്രയായിരുന്നു എനിക്ക് എൻ്റെ ബ്രില്യന്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. സോ ഇനി വരുന്ന ബ്രില്യന്റ് നീറ്റ് ആസ്പിറൻസിനും ഈ വർഷം റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.